പിന്നെ എത്ര പോയിൻ്റ് അത് നെയിമും എഴുതണം. ആ നെയിം എഴുതിയിട്ട് എത്ര പോയിൻ്റ് ആണെന്നുള്ളത് എന്ന് വെച്ചാൽ കൂടുതൽ നിന്ന് കുറവിലേക്ക് എഴുതണം. പിന്നെ ഈ 10 5 കൂട്ടിയാൽ 15, അതുപോലെ 10 9 കൂട്ടിയാൽ എത്ര, 20 3 കൂട്ടിയാൽ എത്ര, 30 8 കൂട്ടിയാൽ എത്ര. പിന്നെ അതുപോലെ ഈ കോല് ഒരെണ്ണത്തിൽ രണ്ട് ടെൻസ് 8 വൺസ്, അപ്പോൾ എത്ര, 28. ഇനി 3 ടെൻസ് 7 വൺസ്, അപ്പോൾ 37. അതുപോലെ ഇപ്പോൾ കൂടുതൽ പോയിൻ്റ് ആർക്കാണ്, നന്ദനയ്ക്ക്. ലീസ്റ്റ് ടു മോസ്റ്റ് എന്നാണ്. എന്ന് വെച്ചാൽ കുറവിൽ നിന്ന് കൂടുതലിലേക്ക് പോയിൻ്റ് എഴുതണം. കിട്ടിയത് 29 എന്ന് പറയുമ്പോൾ ഇവിടെ 2 എഴുതണം, ഇവിടെ 9 എഴുതണം. എന്ന് വെച്ചാൽ 2 10ഉം 9 1ഉമാണ്. അങ്ങനെ ഇവിടെ കണ്ടോ 4 ടെൻസും 3 വൺസ് എന്ന് എഴുതിയിട്ടുണ്ട്, 43. അതുപോലെ തന്നെ 3 ടെൻസ് 4 വൺസ്. അതുപോലെ 23യുടെ കൂടെ 5 കൂട്ടിയിട്ടുണ്ട്, 28. അതുപോലെ തന്നെ 30യിൽ നിന്ന് 2 പോയിട്ടുണ്ട്, 28. പിന്നെ 28 വൺസ് എന്ന് പറയുമ്പോൾ അവിടെ 28 ആണ് വരുന്നത്. 80 വൺസും 1 10ഉം കൂടെ വരുമ്പോൾ 28. 2 10 8 വൺസ് എന്ന് പറയുമ്പോൾ അവിടെയും 28. പിന്നെ ഇതേ ഇവിടെ എത്ര പൊട്ടുകളുണ്ടെന്നാണ് എണ്ണി എഴുതുന്നത്. അതുപോലെ ഇവിടെ എന്നിട്ട് അതിൽ ഏറ്റവും കുറവ് കിട്ടിയതാണ്. പിന്നെ അതുപോലെ ഇത് എത്ര പോയിൻ്റ് കൂടുതൽ കിട്ടി എന്നുള്ളതാണ്. ഇപ്പം നന്ദനയ്ക്ക് എത്ര പോയിൻ്റ് കൂടുതൽ കിട്ടി എന്നുള്ളത്, ഉണ്ണിയേക്കാളും. ഉണ്ണിക്ക് 10ഉം നന്ദനയ്ക്ക് 13, അപ്പോൾ 3 പോയിൻ്റ് കൂടുതൽ കിട്ടി. അതുപോലെ അഭിനന്ദിന് കയറ്റാനാണോ ഉണ്ണിക്ക് അഭിനന്ദിനേക്കാളും എത്ര കൂടുതൽ പോയിൻ്റ് കിട്ടി. ഉണ്ണിക്കെന്ന് പറയുമ്പോഴത്തേക്കും 10 കിട്ടി, അഭിനന്ദിന് അവിടെ 8 കിട്ടിയത്. അപ്പോൾ 2 പോയിൻ്റാണ് അവിടെ കൂടുതൽ. പിന്നെ ഇത് എത്ര കുടയുണ്ടെന്ന് എണ്ണി എഴുതാനാണ്. ഗ്രീൻ കളർ അമ്പർല എത്ര ഉണ്ട്, റെഡ് കളർ അമ്പർല എത്ര ഉണ്ട്, വിച്ച് ഈസ് മോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഹൗ മച്ച് മോർ. ബോളും ബലൂണും മേടിച്ച് അഭിനന്ദ്, അപ്പോൾ അതിന് എത്ര രൂപയായിരുന്നു ടോട്ടൽ. അതുപോലെ തന്നെ അഭിനന്ദ് 3 10 റുപ്പി നോട്ട്സ് കൊടുത്ത്, അപ്പോൾ എത്ര രൂപ തിരിച്ചു കൊടുത്ത്, ബാക്കി ബാലൻസ് 21 റുപ്പീസ്. പിന്നെ 36. ഈ 36 എന്ന് പറയുമ്പോഴത്തേക്കും 36 ഇപ്പോൾ 36 വൺസ് എന്ന് പറയുമ്പോൾ 36, 10ഉം 10ഉം 6. അപ്പോൾ ഇടയിലൊരു സംഖ്യ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര കൂട്ടിയാലാണ് 10, ഒരു 10ഉം കൂടെ അവിടെ എഴുതണം. അപ്പോൾ 10 + 10 + 10 + 6 36. ഇനി 30 +
ഒരു ഇത് വിട്ടുപോയി. അപ്പോൾ അതിന് 6, 30 6 36. 2 10s, അപ്പോൾ അതിന് 16 ones. ഇനി ഇത് തിരിച്ചെഴുതാനാണ്. 32 തിരിച്ചെഴുതിയാൽ 23. അല്ല സോറി, അങ്ങനെയല്ല. 2 10s 3 1s. അപ്പോൾ 2 10സും 3 1സും ആണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ 23. 4 10s എന്ന് പറയുമ്പോൾ 40. 40 1s എന്ന് പറയുമ്പോൾ അവിടെ 40 തന്നെ. 40 എന്ന് പറയുമ്പോഴത്തേക്കും ഇതിവിടെ 14ഉം ഇവിടെ 40ഉമാണ്. അതുപോലെ 4 1s 3 10s എന്ന് പറയുമ്പോൾ 34. 1 10 40 1s എന്ന് പറയുമ്പോൾ 24 ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ 32. അങ്ങനെയാണ് ഈ 32 കൊടുത്തെടുത്ത് എന്ത് വരും? ത്രീ 10s 2 1s. അപ്പോൾ 50 ആണെങ്കിൽ 5 10s. അതുപോലെ ഏറ്റവും കുറവുള്ളതിന് വട്ടം വരയ്ക്കണം. ഇതിലേറ്റവും കുറവ് ഏതാണ്? ഇത് 27, ഇത് 80. കുറവുള്ള സംഖ്യ. ഇത് 38, ഇത് 25. അപ്പോൾ ഈ വട്ടം വരച്ചേക്കണേന്ന് അതായത് ലാർജസ്റ്റ്, കുറഞ്ഞത് സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റ് എഴുതണം. അപ്പോൾ കുറഞ്ഞതിൽ നിന്ന് കൂടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് എഴുതേണ്ടതാണ് ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റ് എഴുതണം. അതുപോലെ ഇവിടെ ഈ വീടിൻ്റെ പടം കൊടുത്ത് നിൽക്കുന്നതിൽ ഇതിൽ എത്ര ചതുരാകൃതിയുണ്ട്, എത്ര ത്രികോണാകൃതിയുണ്ട്, എത്ര വൃത്താകൃതിയുണ്ട്. അതായത് റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ. റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ. പിന്നെ ഇത് ഒരു വീടിൻ്റെ പടം വരയ്ക്കാനാണ് നമുക്കിഷ്ടമുള്ളൊരു. അതുപോലെ ഇത് 2 വീതം കൂടി 12, 14, 16, 18, 20, 22, 24, 26. അങ്ങനെ. ഇനി ഇത് എത്ര സംഖ്യ ഇടുന്ന എഴുതണം? 10, 20, പിന്നെ 5, പിന്നെ കൊടുത്തേക്കുന്ന ഒരു 2ൻ്റെ ഇത്. അപ്പോൾ പിന്നെ 10, 20, 30, 35, 36, 37. പിന്നെ 25 വരുന്നത് എങ്ങനെയാണ്? 25 ഇപ്പോൾ 120 റുപ്പി നോട്ടും 15 റുപ്പി നോട്ടും വരുമ്പോൾ 25ആണ്. 20 5 25. അതുപോലെ 5 കൂടിയാലും 25ആണ്. 5 + 5 + 5 + 10 കൂടിയാലും അങ്ങനെ. അതുപോലെ 10 + 10 + 5 കൂടിയാലും അങ്ങനെ.